ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്കറിയാം, അവർ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സെഗ്മെൻറ്റ് ഫെയിൽഡ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂട്യൂബ് ഷോർട്സ് നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ മുഖേന ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് സെഗ്മെൻറ്റ് ഫെയിൽഡ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കാരണം ഏതെങ്കിലും യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഈ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് ഫെയിൽഡ് ഉണ്ടാകുന്ന ഇഷ്യൂ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ഫെയിൽഡിലൂടെ വരുന്ന എറർ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിരവധി ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ചേട്ടാ സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന്. സെഗ്മെൻറ്റ് ഫെയിൽഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം, എന്നാലും അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയട്ടെ. നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ 4K അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസുകൾ ഈ ചില സമയങ്ങളിൽ എന്തുകൊണ്ട് അത് യൂട്യൂബ് ആപ്ലിക്കേഷൻ മുഖേന നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് ഫെയിൽഡ് വരുന്നു, അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ വരികയാണെങ്കിൽ അതിൽ നിന്നും ആ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്ത് എങ്ങനെ യൂട്യൂബ് ഷോർട്സ് അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ടൂളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷോർട്സ് ആണ്. അതായത് നല്ല ഹൈ ക്വാളിറ്റിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഷോർട്സ് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ മുഖേന നമ്മുടെ ചാനലിൽ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് എറർ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എറർ അടിക്കുന്നതെന്ന്. അതുപോലെ ഈ യൂട്യൂബ് ഷോർട്സ് ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന, അതായത് 4K ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സെറ്റപ്പും കാണിച്ചു തരാം. അതായത് ഇത് ഞാൻ എഡിറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഷോർട്സ് ആണ്. ഇത് ഞാൻ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ മാനുവൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ 4K ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ FPS 60 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആവറേജ് ബിറ്റ് റേറ്റ് 100 Mbps ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ അടിക്കും. അപ്പോൾ ഞാനത് ഈസി ആയിട്ട് എങ്ങനെയാണ് ആദ്യം നിങ്ങളെ എറർ അടിക്കുന്ന ആ ഇഷ്യൂ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എറർ ഉണ്ടാകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. അപ്പോൾ ഞാനത് എക്സ്പോർട്ട് ചെയ്തെടുത്തു. ആ എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ചെയ്ത സെറ്റിങ്സുകൾ കണ്ടില്ലേ? ഈ സെറ്റിങ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എറർ അടിക്കും. അത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കാണുക. അതായത് ഇപ്പോൾ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് എക്സ്പോർട്ട് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഏറ്റവും ഹൈ ക്വാളിറ്റി, അതായത് വീഡിയോ എഡിറ്റിംഗ് ടൂളിലൂടെ ഏറ്റവും ഹൈ ക്വാളിറ്റി 4K റെസൊല്യൂഷനിൽ 100 Mbps അതുപോലെ ബിറ്റ് റേറ്റ് 60 കൊടുത്ത് ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ മുഖേന ഒരു ഷോർട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് 100% ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സെഗ്മെൻറ്റ് ഫെയിൽഡ് അല്ലെങ്കിൽ ഇഷ്യൂ അടിക്കും. കാരണം ആ ഒരു റെസൊല്യൂഷൻ ആ വീഡിയോ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വീഡിയോ അതിലേക്ക് ഫെച്ച് ചെയ്യാനോ യൂട്യൂബ് ആപ്ലിക്കേഷന് സാധിക്കുന്നില്ല. അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എക്സ്പോർട്ടായിട്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എക്സ്പോർട്ടായി കഴിഞ്ഞിട്ട് യൂട്യൂബിൽ എറർ അടിക്കുന്നതും കാണിച്ചു തരാം. അതുപോലെ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാനും കാണിച്ചു തരാം. ഈ വീഡിയോ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ഡൺ കൊടുത്തു, ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോൾ ആ വീഡിയോ എൻ്റെ ഗ്യാലറിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് നോക്കാം, ഗ്യാലറിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോ
ഗാലറിയിൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളിന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഗാലറിയിൽ, അതായത് 4K റെസൊല്യൂഷനിൽ നമ്മൾ എടുത്തത്. അതായത് VN വീഡിയോ എഡിറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് യൂട്യൂബ് ഷോർട്സിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണിത്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത്, അതായത് VNലൂടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് 4K ക്വാളിറ്റിയിൽ, ഹൈ ക്വാളിറ്റിയിൽ നമ്മളിത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബ് ഷോർട്സ് തന്നെയാണിത്. ഇത് നല്ല ക്വാളിറ്റിയിൽ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. യൂട്യൂബിൻ്റെ അകത്ത് ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എ ഷോർട്സ്, അതുപോലെ അപ്ലോഡ് എ വീഡിയോ, അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ക്രിയേറ്റ് എ ഷോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ 60 എന്ന് പറഞ്ഞ് കൊടുക്കാം, 60 സെക്കൻഡ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തു. വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ലോഡായി വന്നിട്ടുണ്ട്. ഇനി അത് ഡൺ ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ ഫെച്ച് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ അടിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡൺ ബട്ടൺ കൊടുത്തു. സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ്, അതായത് ആ വീഡിയോ സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ് ആണ്. അതായത് നമ്മുടെ ഗാലറിയിൽ നിന്നും നമുക്ക് ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെയും കാണിച്ചു തരാം. 4K റെസൊല്യൂഷനിൽ നമ്മളെടുത്ത വീഡിയോ ആണ്. വളരെ ഹൈ ക്വാളിറ്റിയിൽ മേക്ക് ചെയ്ത, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ എഡിറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു അടിപൊളി ഷോർട്ട് വീഡിയോ തന്നെയാണ് നമ്മുടെ ഈ ഗാലറിയിൽ നിന്നും നമ്മൾ ഇതിലേക്ക് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ യൂട്യൂബിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും മെയിൻ ഇഷ്യൂ ആണ് സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാനത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ് നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ ആ ഇഷ്യൂ വരുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഇതുപോലെ സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ക്രോം ബ്രൗസറിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എങ്ങനെയാണ് സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ക്രോം ബ്രൗസറിലൂടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസറിലൂടെ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അത് നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കിയ ശേഷം മാത്രം നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. എങ്ങനെയാണ് ഒരു ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ആക്കിയിട്ട് എങ്ങനെയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ നമ്മുടെ വീഡിയോയിലൂടെ നിരവധി തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം അതറിയാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള നിരവധി വീഡിയോയിൽ എങ്ങനെയാണ് യൂട്യൂബിൽ ക്രോം ബ്രൗസർ ആക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ക്രോമിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലാക്കിയിട്ട് അതിലെങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാമെന്നുള്ള നിരവധി വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പോയി കാണുക. ഈ വീഡിയോയിൽ എന്തായാലും ഞാനത് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐക്കൺ ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ യുവർ ചാനൽ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. യുവർ ചാനൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് യുവർ ചാനൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ യുവർ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അപ്ലോഡ് വീഡിയോ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നണം. കണ്ടോ, അപ്ലോഡ് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഡയറക്റ്റ് അതിൽ കയറി ക്ലിക്ക് ചെയ്യൽ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് വരും. അതായത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് വേറൊരു ഇങ്ങനെയൊരു സ്ക്രീൻ അതിൽ വരും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെലക്ട് ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡോട് കൂടി ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയലുണ്ട്. അപ്പോൾ ഫയലിലേക്ക് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ സെഗ്മെൻറ്റ് ഫെയിൽഡ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ് എറർ അടിച്ചത് ആ ഫയൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫയൽ കണ്ടുപിടിക്കുകയാണ്. എനിക്ക് സെഗ്മെൻറ്റ് എറർ അടിച്ച ആ ഒരു വീഡിയോ ഫയൽ ഞാൻ കണ്ടുപിടിക്കുകയാണ്. 548 MB വരുന്ന ഒരു 15 സെക്കൻഡ് വീഡിയോ ആണ്. അതായത് 4K ക്വാളിറ്റിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 548 MB ആയി. വെറും 15 സെക്കൻഡിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ ഞാൻ ആ വീഡിയോ അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു എററും ഇല്ലാണ്ട് ആ ഫയൽ അതിലേക്ക് അപ്ലോഡ് ആകുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട്
സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ് അടിക്കുന്ന ഏത് വീഡിയോയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് ഷോർട്സ് വൈറൽ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഓൾറെഡി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിരവധി ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു അടിപൊളി വീഡിയോ തന്നെയാണ് ആ വീഡിയോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ പിൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ എങ്ങനെയാണ് ഒരു ഷോർട്ട് വീഡിയോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ് ഇഷ്യൂ അടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും കാണേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഞാനിന്ന് ഇട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നിരവധി ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് ചെയ്തു തരുമോ അല്ലെങ്കിൽ കാണിച്ചു തരുമോ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഈ സെഗ്മെൻറ്റ് എറർ, അതായത് സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ മെത്തേഡും ഇതുപോലെ ഓരോ സ്റ്റെപ്പും യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ ഈ കാണിച്ച വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സെഗ്മെൻറ്റ് ഫെയിൽഡ് ഇഷ്യൂ സോൾവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഓരോ സ്റ്റെപ്പും നിങ്ങൾ അത് മനസ്സിലാക്കി വെച്ച ശേഷം മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ പ്ലേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരുന്ന് കാണുക. നിങ്ങൾ എല്ലാ വീഡിയോസും അവസാനം വരെ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നതിന് വേണ്ടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും താഴെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. യൂട്യൂബ് വീഡിയോയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു കിടിലം വീഡിയോ ആണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.